വാർത്താധിഷ്ഠിത പരിപാടികളിൽ വേറിട്ട ഒരിടമാണ് എന്റെ വാർത്തയ്ക്കുള്ളത്. മറ്റു വാർത്താധിഷ്ഠിത പരിപാടികളിൽ പ്രൊഫഷണൽ ജേർണലിസ്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടി വാർത്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുമ്പോൾ എന്റെ വാർത്തയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ വാർത്തകൾ കണ്ടെത്തി അവതരിപ്പിക്കുന്നു. സ്വാഗതം എന്റെ വാർത്തയുടെ പുതിയ ലക്കത്തിലേക്ക്. എന്റെ വാർത്തയിൽ ഇന്ന് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്ന സിറ്റിസൺ ജേർണലിസ്റ്റുകൾ ഇവരാണ്. മകളെ കാത്ത് ഒരമ്മ. കാട്ടാക്കട നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് സുജിത് വിയൽ. തലമുറകളുടെ രഹസ്യം തേടി വയനാട് നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് സുരേഷ് ബാബു. എന്റെ വാർത്തയ്ക്ക് വനമന്ത്രി ബിനോയ് വിശ്വത്തിന്റെ അഭിനന്ദനം. എന്റെ വാർത്ത ഇംപാക്ട്. തലമുറകളുടെ ചരിത്രാന്വേഷണവുമായി ഒരാൾ. സ്വന്തം കുടുംബത്തിലെ കണ്ണികളെ അന്വേഷിച്ചിറങ്ങിയ ഒരാളുടെ വേറിട്ട യാത്രയുടെ കഥ പറയുന്നു വയനാടിൽ നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് സുരേഷ് ബാബു. ഞാൻ സുരേഷ് ബാബു, വയനാട് ജില്ലയിൽ റവന്യൂ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നു. എനിക്ക് എന്റെ അച്ഛന്റെ പേരും അച്ഛന്റെ പേരും അറിയാം. എന്നാൽ അതിനു മുൻപുള്ള തലമുറയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ല. ഈ തലമുറയെക്കുറിച്ച് അന്വേഷിച്ചാൽ തന്നെ വിവരങ്ങൾ കണ്ടെത്തണമെന്നുമില്ല. എന്നാൽ തലമുറകളുടെ ചരിത്രവും വരും തലമുറയ്ക്കുള്ള സമ്പാദ്യവുമായി ഇവിടെ ഒരാൾ നമ്മെ കാത്തിരിക്കുന്നു. തലമുറകളുടെ എഴുതപ്പെടാത്ത ചരിത്രം തേടി വസന്തകുമാർ യാത്ര തുടങ്ങിയിട്ട് 7 വർഷം കഴിയുന്നു. വയനാട് കരിങ്കുറ്റി സ്വദേശി വസന്തകുമാർ സ്വന്തം വംശാവലിയിലെ ഓരോ കണ്ണിയെയും അന്വേഷിച്ചിറങ്ങിയത് ഒരു നിയോഗമാവാം. തനിക്ക് മുൻപുള്ള 4 തലമുറയിലെയും തനിക്ക് ശേഷമുള്ള 3 തലമുറയിലെയും ഓരോ കണ്ണികളെയും വസന്തകുമാർ അന്വേഷിച്ച് കണ്ടെത്തിക്കഴിഞ്ഞു. എന്റെ അച്ഛന്റെ പേര് ചന്ദ്രപ്ര ഗൗഡർ എന്നായിരുന്നു. അവരുടെ അച്ഛൻ കൊട്ടൂര ഗൗഡറും അച്ഛൻ പതുമയ്യ ഗൗഡർ അച്ഛൻ ഗൗഡപ്പ ഗൗഡ് എന്ന് പറഞ്ഞു. അത് 1750 കാലഘട്ടത്തിലാണ് ഈ ഗൗഡപ്പ ഗൗഡ് എന്ന് പറഞ്ഞ ആളുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരുടെ മകൻ ഒരു മകനായിരുന്നു പതുമയ്യ ഗൗഡർ എന്ന്. അയാളെ കരിങ്കുറ്റി നൊട്ടം വീട്ടിൽ പതുമയ്യ ഗൗഡർ എന്നാണ് പറഞ്ഞു വരുന്നത്. വംശാവലി അന്വേഷിച്ചുള്ള യാത്രക്കിടയിൽ പല രസകരമായ അനുഭവങ്ങളും വസന്തകുമാറിനുണ്ടായിട്ടുണ്ട്. പല പ്രഗത്ഭരും തന്റെ ബന്ധുക്കളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇവരെയൊക്കെ തന്റെ കുടുംബവുമായി ബന്ധപ്പെടുത്തുന്ന കണ്ണികളെക്കുറിച്ചും വസന്തകുമാർ തയ്യാറാക്കിയ ചാർട്ടിലൂടെ അനായാസം മനസ്സിലാവും. അപ്പോൾ ഈ നൊട്ടം വീട്ടിൽ പതുമയ്യ ഗൗഡന് 7 മക്കളാണ്. അതിൽ 5 ആണും 2 പെണ്ണും. അതിൽ ഏറ്റവും മൂത്താളെ പേര് സുബ്രായ ഗൗഡർ. പിന്നെ ഒരു പെൺകുട്ടിയായിരുന്നു പുട്ടത്തായമ്മ എന്ന് പറയും, തിമ്മിയവ്വ എന്നും പറയും. അത് കഴിഞ്ഞ ശേഷം കൃഷ്ണ ഗൗഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ വയനാട്ടിൽ ഏകദേശം വയനാടിൻ്റെ ഒരു പുരോഗതിക്ക് കാരണക്കാരനായിട്ടുള്ള ആളാണ് കൃഷ്ണ ഗൗഡറെ മക്കളാണ് ഈ വീരേന്ദ്രകുമാറൊക്കെ. കൃഷ്ണ ഗൗഡർ കഴിഞ്ഞ ശേഷം വെങ്കടകൃഷ്ണ ഗൗഡർ എന്ന് പറഞ്ഞു, ഒരു തോണിക്കട് ഫാമിലി എന്നാണ്. വെങ്കടകൃഷ്ണ ഗൗഡറിന് ശേഷം ഒരു രാമയ്യ ഗൗഡർ ഉണ്ടായിരുന്നു. അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അയാൾ ഏകദേശം കല്യാണം പ്രായപ്പം മരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരു പെണ്ണായിരുന്നു അമ്മിണിയവ്വാന്ന്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റാണ് കൊട്ടൂർ ഗൗഡർ എന്ന് പറഞ്ഞത്. ഈ കൊട്ടൂര ഗൗഡർക്ക് ആകെ 2 മക്കളാണ്. അത് ഒന്ന് ചന്ദ്രപ്ര ഗൗഡർ, അതായത് എൻ്റെ അച്ഛൻ. പിന്നെ അവരുടെ ഒരു അനിയനുണ്ടായിരുന്നു പത്മപ്ര ഗൗഡർ. അവർ 2 മാത്രമല്ല, അവർ 2 മരിച്ചുപോയി. എൻ്റെ അച്ഛൻ 4 വർഷം മുമ്പാണ് മരിച്ചത്. തലമുറയുടെ ചരിത്രം ചികയുന്നതിൽ മാത്രമല്ല, പുരാവസ്തുക്കളോടും വസന്തകുമാറിന് കമ്പമാണ്. പണ്ട് കാലത്തെ ആഭരണ പെട്ടിയാണ്. ചുരുങ്ങിയൊരു 250 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് നമ്മൾ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ അച്ഛൻ്റെ അച്ഛൻ അതിൻ്റെ അച്ഛൻ, അപ്പോൾ 4 തലമുറ അന്ന് ഉള്ള പെട്ടിയാണ്. അതേപോലെ ഇതും ഒരു ആഭരണ പെട്ടിയാണ്. ഇതിനടിയിൽ ഡ്രോ ഉണ്ട്. ഇതിലാണ് റെക്കോർഡുകളൊക്കെ വെക്കുക. പിന്നെ ഇത് നിങ്ങൾ സാധാരണ ഇടിയപ്പം എന്ന് പറയും, ഞങ്ങളിത് നൂൽപുട്ട് എന്ന് പറയും, കർണാടകത്തിൽ സാമിയ എന്ന് പറയും. അത് ഓരോ തലമുറേൻ്റെ ഇതിലാണ്. ആദ്യത്തെ തലമുറയിൽ ഇതിൽ വിട്ടിട്ട ശേഷം കാലിൻ്റെ മുട്ടുകൾ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇറക്കുകയാണ്. ഇതിന് ശേഷമാണ് പിന്നെ സിംഗിൾ ഒറ്റയ്ക്ക് ഒരാളെ മാത്രമേ ഉള്ളൂ വെച്ചാൽ ഇതിലാണ് ഉണ്ടാക്കുക. ഇതിൽ മാവിട്ട് ഇങ്ങനെ
അമർത്തി ഇതാക്കും. അതിനുശേഷം വന്നതാണ് ഇത്. വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഇതിൽ മാവിടും, മാവിട്ടിട്ട് ഇങ്ങനെ തിരിക്കുകയാണ്. തിരിക്കുമ്പോൾ ഇതിൽ കൂടി ഇങ്ങനെ വരും. പുതുതലമുറ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒട്ടേറെ അമൂല്യ വസ്തുക്കൾ വസന്തകുമാറിന്റെ ശേഖരത്തിലുണ്ട്. തന്റെ ശേഖരത്തിലുള്ള പുരാവസ്തുക്കളെക്കുറിച്ച് ചോദിച്ചാൽ വസന്തകുമാർ വാചാലനാവും. പിന്നെ ആവേശം കൊണ്ട് വാതോരാതെ സംസാരിക്കും. ഇത് ഞാനൊക്കെ കടന്ന തൊട്ടിലാണ്. എനിക്കിപ്പോൾ 59 വയസ്സായി. ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠനടക്കാണ്. ജ്യേഷ്ഠനിപ്പോൾ 68-70 അടുത്തായി. അത്രയും കൊല്ലം പഴക്കമുള്ള ഇതാണ്. പണ്ട് കാലത്തെ പിട്ടും കുറ്റിയാണിത്. ഇപ്പോഴത്തെ കാലത്തും തന്നെ ഒരു കുറ്റി പിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് തന്നെ തയ്യാത്തതാണ്. ഇതിൽ ഒരു പിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ആൾക്ക് കഴിക്കാം. ഇതിൻ്റെ മുടിയും അടുപ്പൊക്കെ പോയിരിക്കുന്നത്. പിന്നെ പണ്ട് കാലത്ത് സദ്യക്കൊക്കെ നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം ഉണ്ടാവുക. അപ്പോൾ ഈ കുമ്പിടാനുള്ള വിഷമം കൊണ്ട് ഇതിൽ ഫുള്ള് സാമ്പാറെടുത്ത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഇതാണ്. ചിലർ ഈ റൂമിൽ വന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതേ സമയത്ത് ചിലർ വന്നിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ പുറത്തും. കാരണം ഒന്നിങ്ങനെ നോക്കും, ഇതെന്താണ് സാധനമോ ഇതേതാണോ സാധനം ചോദിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നോട് വന്ന് ഇരുന്നാലും ചോദിക്കുക, അത് വിശദീകരിക്കാൻ കുറച്ച് അധികമാണ്. അതുകൊണ്ടാണ് എൻ്റെ പെണ്ണുങ്ങൾ പറയും നിങ്ങൾ അധികം സംസാരിക്കണ്ടെന്ന് പറയും. അല്ല, എനിക്കിഷ്ടമാണ്, മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി തന്നെ കൂടുതൽ സംസാരിക്കുമ്പോൾ ഒരു ചിലർക്ക് അത് ഇഷ്ടപ്പെടുവോ എന്നൊരു തോന്നല, അത്രേ ഉള്ളൂ. പുരാവസ്തുക്കളെക്കുറിച്ച് വാചാലനാവുന്നതിനോട് മാത്രമേ ആശാലതയ്ക്ക് എതിർപ്പുള്ളൂ. മറ്റെല്ലാത്തിനും പൂർണ്ണ പിന്തുണയാണ് ആശ നൽകുന്നത്. സ്കൂളിലൊരു മത്സരത്തിനായി മകന് നൽകിയ ഒരു പഴയ സാധനത്തിന് ലഭിച്ച സമ്മാനമാണ് വസന്തകുമാറിന് പുരാവസ്തുക്കളോട് ഭ്രമമുണർത്തിയത്. LKG കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ പുരാവസ്തുക്കൾ പഴയതെന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അട്ടത്തിന് കുറച്ച് ചില സാധനങ്ങളൊക്കെ പൊറുക്കിയെടുത്ത് ഇങ്ങനത്തെ ആഭരണ പെട്ടികൾ ഇതൊക്കെ പൊറുക്കിയെടുത്ത് കൊണ്ടുപോയി നിൽക്കുമ്പം അവന് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടി. പ്രൈസ് കിട്ടിയോടുകൂടിയാണ് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ തലമുറയായി കൈമാറിക്കിട്ടിയ വസ്തുക്കൾക്ക് പുറമെ കാശുകൊടുത്തും വസന്തകുമാർ പുരാവസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി. രാവിന്റെ നിശബ്ദതയിൽ തന്റെ പുരാവസ്തു ശേഖരവും നോക്കി നോക്കി വസന്തകുമാർ ഇരിക്കും. അപ്പോൾ കൂടുതൽ പുരാവസ്തുക്കൾ ശേഖരിക്കാനുള്ള ആവേശം മനസ്സിൽ നിറയും. മിക്കവാറും രാത്രി കിടക്കുമ്പോൾ 12:30-1 മണിയാവും. അപ്പോൾ ഞാൻ 12 പേപ്പറൊക്കെ ഞാൻ എൻ്റെ പേപ്പർ വായന രാത്രിയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അത് തുറന്നു നോക്കും. തുറന്നു നോക്കിയിട്ട് അവിടെ ഇരുന്നൊരു ഓരോന്ന് ആലോചിക്കും. കാരണം പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ ഇത് നശിപ്പിക്കാതെ സൂക്ഷിച്ചത് കൊണ്ടാണ് എനിക്കിത് എടുത്തു വെക്കാൻ കഴിഞ്ഞത്. പക്ഷേ അച്ഛൻ ഇതൊന്നും ഒരു ചിട്ടായിട്ട് വെച്ചിരുന്നത്, വാരി വലിച്ചിട്ടതായിരുന്നു. അങ്ങനെ ഒരു പ്രചോദനം വന്നപ്പോൾ എൻ്റെ മക്കൾ കുറേ കാലം കഴിയുമ്പോൾ എൻ്റെ അച്ഛനെ സൂക്ഷിച്ചാണെന്നുള്ള പറയുമെന്നുള്ള. കാരണം ചിലപ്പോൾ എൻ്റെ സ്വാർത്ഥതയായിരിക്കാം, എന്നാലും ഞാൻ ഇല്ലാത്ത കാലത്തായിരിക്കുമല്ലോ അവരെന്നെ പറ്റി പറയുക. ഈ പുരാവസ്തു ശേഖരം കാണാൻ ഒട്ടേറെ പേർ എത്താറുണ്ട്. അതുപോലെ വസന്തകുമാറിന് ഭ്രാന്താണെന്ന് കളിയാക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതൊന്നും വസന്തകുമാറിനെ തളർത്താറില്ല. അതിൽ നെഗറ്റീവായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, പിന്നെ എനിക്കിത് സാധിച്ചില്ലല്ലോ, ഞമ്മക്കൊന്നും ഇത് സാധിച്ചില്ലല്ലോ, ഇവൻ എത്ര മുന്തിയോ എന്നുള്ള അങ്ങനെ ഒരു ചിന്താഗതിയിൽ ഒന്നുണ്ട്. കുഴപ്പമില്ല, പക്ഷെ അവർക്ക് അങ്ങനെ ചെറിയൊരു ഉള്ളുകൊണ്ട് അത് ചില സംസാരത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചരിത്രം വസന്തകുമാറിന് പറഞ്ഞു കൊടുക്കുന്നു സ്വന്തം വംശത്തിന്റെ കഥ. അത് രേഖപ്പെടുത്തി ഭാവി തലമുറയ്ക്കായി അയാൾ സൂക്ഷിച്ചു വെക്കുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർക്കിടയിൽ വസന്തകുമാർ യാത്ര ചെയ്യുന്നത് വേറിട്ട വഴിയിലൂടെയാണ്. ലാഭേച്ഛയില്ലാതെ വരും തലമുറയ്ക്കായി ചരിത്രമുറങ്ങുന്ന അമൂല്യ വസ്തുക്കൾ ശേഖരിക്കുന്ന ഇദ്ദേഹത്തിന്റെ മനസ്സിലെ ചരിത്രത്തോടുള്ള പ്രേമം നഷ്ടപ്പെടരുതേ എന്ന് നമുക്ക് ആശിക്കാം. സിറ്റിസൺ ജേർണലിസ്റ്റ് സുരേഷ് ബാബു.